വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമെറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രിഗണോമെട്രി എന്ന് പറയുന്ന പോർഷനിലെ നെക്സ്റ്റ് വീഡിയോ ആണ്. 5ാമത്തെ വീഡിയോ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസാണ്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 2. ഇനി ടാൻ തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയാണെന്ന് പറയാം. പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പൈതഗോറസ് തിയറം നമ്മളിവിടെ അങ്ങോട്ട് യൂസ് ചെയ്യുകയാണ്. എന്താണ് പൈതഗോറസ് തിയറം? നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്. പൈതഗോറസ് തിയറം നമ്മൾ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സൈൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, കോസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു, സൈഡ് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? സൈൻ സ്ക്വയർ തീറ്റ, കോസ് ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? കോസ് സ്ക്വയർ തീറ്റ. ദെൻ താഴെ നമുക്ക് ഇവിടെ എന്താണ് വരിക? സൈൻ തീറ്റ കോസ് തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് ചേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുക. ഇനി നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്ന ലിമിറ്റ് അങ്ങനെയല്ല, 1 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ശരിയല്ല? ഓക്കെ ഒറ്റ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുമ്പോൾ അതെന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? 1/2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ മാറും അല്ലേ? അപ്പോൾ 1 ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നിന്നും 2 ഇങ്ങോട്ട് വന്നാൽ പിന്നെ ബാക്കി ഇവിടെ എത്രയാണ് വരിക? 1 ആണ് വരിക. കിട്ടിയില്ലേ? അപ്പോൾ 1/2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 1. ഇനി നമുക്കറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? സൈൻ 2 തീറ്റയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇത് 1 സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എത്രയാണത്? കൊസീക്ക് 2 തീറ്റ ആണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലപ്പോൾ എന്ത് ചെയ്യാം? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. നമുക്കിവിടെ കൊസീക്ക് 2 തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ കൊസീക്ക് 2 തീറ്റ ഈക്വൽ ടു 1 വരണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറണം? ഓട്ടോമാറ്റിക്കായിട്ടും 45 ഡിഗ്രി ആയിട്ട് മാറണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: 2 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് നമുക്ക് പറയാം. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 1, ദെർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, 45 ഡിഗ്രി ആണെന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കണ്ടീഷൻ പ്രകാരം ടാൻ റേസ് ടു 7 തീറ്റ പ്ലസ് കോട്ട് റേസ് ടു 7 തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാൻ 45 റേസ് ടു 7 പ്ലസ്